ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പേപ്പർ യൂസ് ചെയ്ത് റോസാപ്പൂ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് പൂ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ക്രേപ്പ് പേപ്പർ. അത് 6 സെൻറ്റിമീറ്റർ നീളം 4 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങണ രീതിയിൽ നമ്മൾ പൂവിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. ഈ രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള 2 കോർണറും ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ബാക്ക് സൈഡിലേക്ക് വേണം ചുരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ പെറ്റലിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ഈ പേപ്പറിൽ നടുക്കിലായിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്നിങ്ങനെ കുഴിച്ചു കൊടുക്കുക. അതായത് ഈ പേപ്പറിൻ്റെ ചുളിവൊന്ന് മാറ്റണ രീതിയിൽ നമ്മളിതിന് നടുഭാഗത്തായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പെറ്റലിൻ്റെ നടുഭാഗം കുറച്ചൊന്ന് കുഴിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടാവും. ഈ രീതിയിൽ 25ഓളം പെറ്റൽസ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്രാഫ്റ്റ് വയറാണ്. ഞാനിവിടെ 20 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റ് വയറിൽ ചുറ്റി കൊടുക്കാനായിട്ട് ടേപ്പ് ആവശ്യമുണ്ട്. നമ്മുടെ സ്റ്റെമ്മിനൊക്കെ ചുറ്റി കൊടുക്കണ ഗ്രീൻ കളർ ടേപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ടേപ്പ് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പറാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ചുറ്റി ഒട്ടിച്ച് കൊടുക്കണത്. ഇതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സുഖമായിട്ട് ഇത് ഒട്ടിയിരിക്കും, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ടേപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ, കാരണം നമുക്ക് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, വേഗം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പേപ്പർ യൂസ് ചെയ്ത് താഴെ വരെ ഇങ്ങനെ ചുറ്റി ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോരോ ഇതളുകളും നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഇതളെടുത്തിട്ട് താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ സ്റ്റെമ്മ് ഇതിന് നടുക്കിലായിട്ട് വെച്ച് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് വയ്ക്കണ ആ പെറ്റൽ നമ്മൾ ചുരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പെറ്റൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഓരോന്നും ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരെണ്ണം ഒട്ടിച്ച് ആ ഒരു സൈഡിൽ തന്നെ അടുത്തത് ഒട്ടിക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചിട്ടില്ലേ, ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം അടുത്തൊരു പെറ്റൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഇനി അടുത്തൊരു പെറ്റൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ 2 എണ്ണം ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിൽ വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പിൽ വേണം അടുത്തൊരെണ്ണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 25ഓളം പെറ്റൽസ് ഉണ്ടല്ലോ, അതെല്ലാം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അതായത് 2 എണ്ണം ഒട്ടിച്ചിട്ടുള്ള അതിൻ്റെ നടുക്കിലുള്ള ആ ഒരു സ്പേസിൽ വേണം അടുത്തത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ചുറ്റും ഒട്ടിച്ച് കൊടുക്കുക. ഈ റെഡ് കളറിന് പകരം യെല്ലോ കളർ, അതുപോലെ ക്രീം കളർ, ലൈറ്റ് പിങ്ക് കളറൊക്കെ എടുത്തിട്ട് ഇതുപോലെ റോസാപ്പൂ ഉണ്ടാക്കി നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഞാനിവിടെ എൻ്റെ കയ്യിൽ റെഡ് കളർ പേപ്പർ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ റെഡ് റോസ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മളിത് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. 25 എണ്ണം വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്രയും ഒട്ടിച്ച് കൊടുക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ ചുറ്റും ഒട്ടിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും എത്ര എണ്ണം ആവുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന അത്രയ്ക്ക് ഒരു സൈസ് വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് അത്രയും ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഞാനിവിടെ ചെയ്യാൻ പോണത്, നമ്മുടെ പൂവിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ആ ഒരു ഞെട്ടെന്ന് തന്നെയല്ലേ പറയുക, ആ ഭാഗത്തായിട്ടൊരു സംഭവം ഉണ്ടാവില്ലേ, അത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഞാനിങ്ങനെ പേപ്പർ മടക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. മടക്കിയിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൈവച്ചിട്ടൊന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനൊരു സംഭവം നമ്മുടെ പൂവിൻ്റെ താഴെ കാണാറില്ലേ, അതാണ് കേട്ടോ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ രീതിയിൽ 5 എണ്ണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അത് ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ലീഫ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്, ഗ്രീൻ കളറിലുള്ളത്. എന്നിട്ട് ഇതിൻ്റെ കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൽ ഒരെണ്ണം ഒന്ന് തിരിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൽ ചെറിയ ലൈൻസ് ഇങ്ങനെ ഉണ്ടല്ലോ, അത് 2 സൈഡിലത്തെയും പേപ്പറിലത്തെ ലൈൻസുകൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം വച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ലീഫിൻ്റെ പോലെ തോന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈസിയാണ്. കോർണർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഒന്ന് തിരിച്ച് പിടിച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിലത്തെ ലൈൻസ് 2 സൈഡിലത്തെയും ലൈൻസുകൾ ഇങ്ങനെ മുകളിലേക്ക് പോണ പോലെ ഉള്ള ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഇങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. മറ്റേ സൈഡിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം.
അതിനുശേഷം നമുക്കിതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. ചെരിച്ച് പിടിച്ചൊന്ന് കട്ട് ചെയ്യുക, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് കട്ട് ചെയ്യുക. ചെറിയ ചെറിയൊരു ഡിസൈൻ ഈ ലീഫിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പേപ്പർ വെച്ച് ചുറ്റി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പൂവിൻ്റെ തൊട്ട് താഴെയൊക്കെയുള്ള ലീഫ് കറക്റ്റായിട്ട് ആ ഒരു ഗ്രീൻ കളറിലല്ലല്ലോ ഉണ്ടാവുക, കുറച്ചൊരു മെറൂണിഷ് ടിൻ്റ് ഉണ്ടാവും അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറൂൺ കളർ പെയിൻറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഡാർക്കാക്കി കൊടുക്കണില്ല, ഒരല്പം വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. കുറച്ചൊരു മെറൂണിഷ് ടിൻ്റ് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള 3 ലീഫ് നമുക്ക് ആവശ്യമുണ്ട്. നടുക്കിലായിട്ടൊരു ലീഫ് വയ്ക്കുക, അതിൻ്റെ കുറച്ച് താഴെയായിട്ട് 2 സൈഡിലായിട്ട് ബാക്കിയുള്ള 2 ലീഫുകളും കൂടി ചേർത്ത് വെച്ച് ഗ്രീൻ കളർ പേപ്പർ യൂസ് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ചുറ്റി ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ 3 ലീഫും കൂടി ഒരു സെറ്റായിട്ടുണ്ട്. ഇനി ഈ ലീഫ് എടുത്ത് നമ്മുടെ പൂവിൻ്റെ കുറച്ച് താഴെയായിട്ട് വെച്ച് ചേർത്ത് പിടിച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഗ്രീൻ കളർ പേപ്പർ യൂസ് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് താഴെ വരെ ഞാൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ റോസാപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ വേഗം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടാക്കാൻ പറയുക. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വീഡിയോസായിട്ട് വരും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്